ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമ്മയുടെ വിരലടയാളത്തിനെ പറ്റി സംസാരിക്കുകയാണ് വിശാലും പാർവതിയും. ഈ വീട് കുറേ നാൾ കൊണ്ട് പൂട്ടിക്കിടക്കുകയല്ലായിരുന്നോ? ഇനിയിപ്പോൾ ഈ വിരലടയാളം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ വിശാൽ നിരാശയോടെ പറഞ്ഞപ്പോൾ, എന്താ സാറിന് നിരാശയായോ എന്നെ പാർവതി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം മറഞ്ഞു നിന്ന് പ്രതാപൻ കേൾക്കുന്നുണ്ടായിരുന്നോ? അതല്ലടാ, വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് വീണ്ടും വിഷമത്തോടെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി അതിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാർ തളരരുത്, നമുക്ക് ദേവമ്മയുടെ വിരലടയാളം കിട്ടും, എത്രയും പെട്ടെന്ന് നമുക്കത് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ ചിരി മുറ്റത്ത് നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് മണിക്കൂട്ടൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി ദേവിയും അങ്ങനെ വിരലടയാളം പതിപ്പിച്ച് കാണുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ ഗായത്രി ദേവിയുടെ വിരലടയാളം കാണുമായിരിക്കും. അല്ല, ഈ വിരലടയാളം ഉപയോഗിച്ച് വിശാൽ എങ്ങനെയാണ് മാജിക് ബോക്സിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? അതറിയണം, എങ്കിൽ മാത്രമേ അടുത്തത് എന്തെങ്കിലും ചെയ്യാനാവൂ എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നു. ഇതെല്ലാം മണിക്കുട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നോ? ചേച്ചി, അവിടെ അവർ ഗായത്രി ദേവിയുടെ വിരലടയാളം തിരയുകയാണ്. ഒരു ഭാഗത്ത് വിശാലും പാർവതിയും മറുഭാഗത്ത് ഗാർഗിയും തിരയുന്നുണ്ട്. ഞാൻ ചെന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അവരത് കണ്ടുപിടിക്കുമോ ചേച്ചി? കണ്ടുപിടിച്ചാൽ പണിയാവുമല്ലോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുകയാണെന്ന് പ്രഭാവതി. എടാ, എനിക്കതിൽ ഒരു ടെൻഷനും പേടിയുമില്ല. അവരത് കണ്ടുപിടിച്ചോട്ടെ. വിശാലോ പാർവതിയോ ഗാർഗിയോ ആരെങ്കിലും കണ്ടുപിടിച്ചോട്ടെ, ഞാൻ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വിരലടയാളം കിട്ടിയാൽ തന്നെ അതെങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈയിടെയായിട്ട് രാത്രി എനിക്ക് നല്ല പേടി അനുഭവപ്പെടുന്നുണ്ട്. ഇത് കേട്ടേ പ്രതാപൻ പറയുന്നു, അങ്ങനെ ചില അസ്വസ്ഥതകൾ എനിക്കുമുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. എടാ പ്രതാപ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കോടാ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ചേച്ചി, ഇത് ഗായത്രി ദേവിയുടെ വീടല്ലേ, ഇവിടെ നിൽക്കുമെന്നോടാ നമുക്ക് പേടി. നമ്മളിവിടെ കഴിയുമ്പോൾ നമ്മൾ ഗായത്രി ദേവിയെ കൊന്നതിനെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ വരും. ഇത് കേട്ടേ പ്രഭാവതി പ്രതാപന്റെ കരണം തടിച്ചു. എടാ, പരിസരം നോക്കാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ നമുക്കുള്ള കുഴി നമ്മൾ തന്നെ തോണ്ടുന്നതിന് തുല്യമാണെന്ന്. പ്രതാപ, ബി കെയർഫുൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇരുചെവി അറിയാതെ സൂക്ഷിക്കണം. നമ്മുടെ സംസാരം പുറത്ത് ആരും അറിയരുത്, ആരും അതൊന്നും കേൾക്കരുതെന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ ഞാനെല്ലാം കേട്ടുവെന്ന് മണിക്കുട്ടൻ പറയുന്നു. എടാ പരട്ട തത്തേ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഒരു കല്ലെടുത്ത് മണിക്കുട്ടനെ എറിഞ്ഞു. കൊല്ലാനിങ്ങ് വാ, ഞാൻ നിന്ന് തരാമെന്ന് മണിക്കുട്ടൻ പറയുന്നു. പ്രതാപ, പന പോലെ വളർന്നല്ലേ, എന്നിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നിനക്ക് നാണമില്ലേ? അതിനുവേണ്ടി നീ എന്ത് തെറ്റാ ചെയ്തതെന്നും ചോദിക്കുന്നു. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. അടിയുടെ ശബ്ദം കേട്ടെൻ്റെ ചെവി പൊളിഞ്ഞുപോയി. ശരി, എങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടൻ പറന്നുപോയി അവിടുന്ന്. പ്രഭാവതി പറയുന്നു, പ്രതാപൻ, നമ്മൾ പറഞ്ഞത് മുഴുവനും അവൻ കേട്ട് കാണൂ എന്ന്. അവൻ കേൾക്കാൻ സാധ്യതയില്ലെന്ന് പ്രതാപൻ. കേട്ടാലേ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവൻ അത് പാർവതിയോട് വിളമ്പൂ എന്നും പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആ വീട്ടിലെ എല്ലാവരും ഹോളിൽ വന്നിരിക്കുന്നുണ്ട്. വിശാലും പാർവതിയും പ്രതാപനും ഗാർഗിയും പ്രഭാവതിയും ഗോപിനാഥ് ബിബിനും പല്ലവിയും ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുന്നു. അവിടുത്തെ നാട്ടുകാരെല്ലാം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ഗോപിനാഥ് അവരോട് ചോദിച്ചപ്പോൾ, കുറെ നാളായി ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയാൻ നോക്കുകയാണ്. സാറ് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ടാണ് അവിടെ വന്നിതൊന്നും പറയാൻ സാധിക്കാതെ ഇരുന്നത്. ഇനി പറയാലോ, പറഞ്ഞോളൂ എന്ന് ഗോപിനാഥ്. അത് കേട്ട് അദ്ദേഹം പറയുന്നു, ഗായത്രിയമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലം അനുവദിച്ചു തന്നിരുന്നു. അതെനിക്കറിയാമെന്ന് ഗോപിനാഥ്. എന്നാൽ ആ വസ്തുക്കൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമില്ല. അതൊക്കെ വേറെ ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ, ആരാണ് അവര് എന്ന് ഗോപിനാഥ് വീണ്ടും പറയുന്നുണ്ട്. ഇത് കേട്ട് അദ്ദേഹം പറയുന്നു, എന്തിനു പോന്ന കുറെ ഗുണ്ടകൾ. അല്ല, ഇപ്പോൾ എന്ത് വേണോന്നാ പറയുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ആ സ്ഥലമൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചു നിന്നാൽ ഇവർക്കൊക്കെ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് ഗായത്രിയമ്മയുടെ ആഗ്രഹം പോലെ സ്വസ്ഥമായി കഴിഞ്ഞു പോകാമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുവച്ചാ എന്ന് ഗോപിനാഥിനോട് വിശാൽ ചോദിക്കുന്നുണ്ട്. ഗോപിനാഥ് എന്തൊക്കെ ആലോചിച്ചിട്ട് പറയുന്നു, നമുക്ക് പോലീസിനെ ഇടപെടുത്തിയാലോ എന്ന്. നമ്മൾ പോലീസിൽ പരാതിപ്പെട്ടതാണ്, അപ്പോഴും പ്രശ്നമുണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വസ്തുക്കളൊക്കെ വാക്കാലല്ലേ ഗായത്രിയമ്മ നമുക്ക് തന്നത്? ഇതൊന്നും നമ്മുടെ പേരിൽ എഴുതി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് കേട്ട പാർവതി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ദേവമ്മ വാക്കാൽ കൊടുത്ത സ്ഥലം നമുക്ക് ഇവരുടെ പേർക്ക് എഴുതി കൊടുക്കാം. ഇത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും പാർവതി പറയുന്നു, വസ്തു
വസ്തു ഇവരുടെ പേർക്കായാൽ പിന്നെ ആർക്കും അത് കൈവശം വെക്കാൻ പറ്റില്ലല്ലോ. അത് കൊള്ളാം, ഇത് നല്ല തീരുമാനമാണെന്ന് വിശാൽ. എടാ, ഇവർക്ക് ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അത് ബുദ്ധിമോശമല്ലേ? പണ്ട് കാലത്ത് ഇവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഗായത്രി ചേച്ചി കൊടുത്ത വസ്തുക്കളല്ലേ അത്? ഗായത്രി ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് കരുതി ഇന്ന് ആ ഭൂമിയൊക്കെ ഇവരുടെ പേർക്ക് എന്തിനാ എഴുതി കൊടുക്കുന്നത് എന്നെ പ്രഭാവതി പറയുന്നുണ്ട്. ഇവര് കൈമോശി വരുമെന്ന് പറയുന്ന വസ്തുക്കൾക്ക് ഇപ്പോൾ കോടി രൂപ വിലയാണ്. അത്രയും വിലപിടിപ്പുള്ള വസ്തു സൗജന്യമായിട്ട് ഇവരുടെ പേർക്ക് എഴുതി കൊടുക്കണോ? ഇത് കേട്ട് ഗോപിനാഥ് പറയുന്നു, പ്രഭാവതി, ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഗായത്രിക്ക് അവളുടെ അമ്മയാണ് നൽകിയത്. ആ വസ്തു എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അന്ന് ഗായത്രിക്ക് അവളുടെ അമ്മ കൊടുത്തിരുന്നു. അത് അവളുടെ ഇഷ്ടാനുസരണം ഇവൾക്ക് നൽകി. ഒരു രൂപ പോലും മോഹിച്ചിട്ടല്ല അവൾ അങ്ങനെ ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കോളാമെന്ന ധാരണയൊന്നും ഗായത്രിക്കില്ലായിരുന്നു. ഗായത്രി അത് കൊടുത്തു. അത് അവർക്കുള്ളതാണ്. അതാണ് ഇവർക്ക് ഗായത്രി കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമാകും. അതുകൊണ്ട് പാർവതി പറഞ്ഞതാണ് ശരി. വസ്തുക്കൾ ഇവരുടെ പേർക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണമെന്നും പാർവതി പറയുന്നു. എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മുടെ പോലെ തന്നെ ദേവമ്മ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് ഇവരും വിശ്വസിക്കുകയാണ്. ഇപ്പോഴും ആ വിശ്വാസം നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്നും പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ശരിയാണ് അമ്മ, ഇപ്പോഴും ഇവർ ദൈവത്തെ പോലെയാണ് കരുതുന്നത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് കാരണം അമ്മയുടെ നല്ല മനസ്സ് തന്നെയാണ്. വാക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റിക്കാത്ത ആൾ തന്നെയായിരുന്നു അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ ആ വസ്തുക്കൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലേ അമ്മേ വേണ്ടത് എന്ന് വിശാൽ പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ നീ എന്ത് പറയാനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ വസ്തുക്കൾ കൈമോശം വരരുതെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് എണ്ണീറ്റ് പോകുന്നു. നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് പാർവതി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. സന്തോഷം അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. ഗായത്രി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മയുടെ തീരുമാനവും എന്നും അതിൽ ഒരാൾ പറയുന്നു. ഇത് നമ്മുടെ ഗായത്രി അമ്മ തന്നെയാണെന്നും അവർ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന പല്ലവിയും അവിടെ നിന്ന് പോയി. കൂടെ വിപിനും പോകുന്നു. രജിസ്ട്രേഷൻ ഏറ്റവും അടുത്ത ദിവസം നടത്താം. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ അറിയിക്കാമെന്നും വിപിൻ പറയുന്നു. വളരെ നന്ദി സാർ എന്നവരും കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വിശാൽ ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരു ഡയറിയോ എന്തിനോ ഒരു പുസ്തകം എടുത്ത് നോക്കുകയാണ്. മറിച്ച് നോക്കുന്നു. പ്രഭാവതി പിന്നിൽ വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, ഓഹോ, ഇപ്പോഴും ഇവൻ തിരച്ചിൽ നടത്തിയിട്ടില്ല അല്ലേ? പാർവതിയുടെ കൂടെ ചേർന്ന് ഇവനും ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. മോനെ വിശാൽ, നീ എന്താ ഇങ്ങനെ അന്വേഷിക്കുന്നത്? എന്തോ കാര്യമായുള്ള തിരച്ചിലാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ ഗായത്രി അമ്മയുടെ വിരലടയാളം തിരയുകയാണ്. ഇത് കേട്ട് പ്രഭാവതി ഒന്ന് ഞെട്ടി. അമ്മേ, ആ മാജിക് ബോക്സ് തുറക്കണമെങ്കിൽ അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇവിടെ ചിലപ്പോൾ അത് കണ്ടെന്ന് വരും. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനെന്നും വിശാൽ പറയുന്നുണ്ട്. ഇവിടുന്ന് കിട്ടുമോ? അത് മാത്രമല്ല, പഴയ വിരലടയാളം കൊണ്ട് ഇപ്പോൾ അതൊക്കെ സാധിക്കാൻ പറ്റുമോ എന്നൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, പിന്നെ അതൊക്കെ ഇപ്പോഴും ക്ലിയർ ആയിരിക്കും. എവിടുന്നെങ്കിലും ഞാൻ ആ വിരലടയാളം കണ്ടെത്തിയിരിക്കും. അത് കിട്ടിയിട്ട് വേണം മാജിക് ബോക്സിലെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ. ശേഖരമേനോൻ പറഞ്ഞത് അവയുടെ കൊലപാതകവുമായി എന്തൊക്കെയോ ബന്ധങ്ങൾ ആ ബോക്സിനുള്ളിലുണ്ടെന്നാണ്. എനിക്കും അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാജിക് ബോക്സ് തുറന്നിരിക്കണം. അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെവിടെ മറിഞ്ഞിരുന്നാലും ഞാൻ അവരെ അന്വേഷിച്ച് കണ്ടെത്തും. അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. അമ്മ അനുഭവിച്ച ആ യാതനകളും വേദനകളും അവരെയും ഞാൻ അനുഭവിച്ചിരിപ്പിച്ചിരിക്കും. എഞ്ചിഞ്ചായിട്ട് ഞാൻ അവരെ കൊന്നിരിക്കും. എനിക്ക് വിശാൽ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടി പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി. ഇത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്നും പോകുന്നു. അതവൻ ഓപ്പൺ ചെയ്യരുത്, ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. വിരലാളം അന്വേഷിക്കാനുള്ള ഇവരുടെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ പ്രഭാവതി ആലോചിക്കുന്നു. ശേഷം കാണിക്കുന്നത് വിശാൽ ഇങ്ങനെ മുറിയിൽ കിടക്കുന്നുണ്ട്. കയ്യിൽ വിശാലിന്റെ പാർവതിയുടെയും ആ വിരലടയാളവും ഉണ്ട്. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. കാലങ്ങളോളം മായാതെ ഇതിങ്ങനെ നിൽക്കും. ഇത് പാർവതിക്ക് അവളുടെ പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ കൊടുക്കുമെന്നും വിശാൽ വിചാരിക്കുന്നുണ്ട്. പാർവതി അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അത് മറച്ചു വെക്കുകയാണ് വിശാൽ. അതെന്താ സാർ എന്താ ഈ മറച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പാർവതി ചോദിക്കുന്നുണ്ട്. എടോ, ഇത് തനിക്ക് വേണ്ടി ഞാൻ കാത്തുവെച്ച ഒരു സർപ്രൈസാണ്. അതിപ്പോൾ കാണിച്ചാൽ അതിൻ്റെ ഒരു ഇത് പൊളിയില്ലേ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ, സർപ്രൈസൊക്കെ അതവിടെ നിൽക്കട്ടെ, എനിക്ക് എന്തായാലും ഇതിപ്പോൾ കണ്ടേ പറ്റൂ, എന്താണെന്നൊന്ന് അറിയണമല്ലോ ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിശാലിൻ്റെ കയ്യിലുള്ള ആ ഫ്രെയിം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് പാർവതി.
അങ്ങനെ അത് പിടിച്ചു വാങ്ങുന്നതിനിടയിൽ രണ്ടുപേരും കൂടി ബെഡിലേക്ക് വീഴുന്നു. രണ്ടുപേരും ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്നുണ്ട്. അയ്യയുടെ മോൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്തായാലും ഇപ്പോൾ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ദേ അവിടെ അത്താഴത്തിന് വേണ്ടിയെല്ലാം കാത്തിരിക്കുകയാണ്. സാർ വന്നേ എന്ന് പറഞ്ഞിട്ട് പാർവതി പോകുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് എന്തോ ഒരു പൂജ നടക്കുകയാണ്. തിരുമേനി, ഈ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് ഗാർഗി തിരുമേനിയോട് ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു, ഗായത്രി ദേവി ഉദയനൂർ അമ്മയുടെ വലിയൊരു ഭക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം ഗായത്രി ദേവിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. ആ ഗായത്രി ദേവിക്ക് ഒരിക്കലും ഒരു അകാല മരണം സംഭവിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ അപ്പുറത്തു നിന്നും പല്ലവി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് പല്ലവിക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നത്. വരാനിരിക്കുന്ന പുതുപുതിന എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.